ശരി അനീഷ്, വിവരങ്ങൾ വ്യക്തമാകുന്നു. പൊതുപണിമുടക്ക് പുരോഗമിക്കുന്നു. ആദ്യ 11 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഉടുമ്പൻചോലയിലും പൂർണ്ണമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിരത്തുകളും കടകമ്പോളങ്ങളും വിജനം. വിനോദസഞ്ചാരികളുടേതുൾപ്പെടെയുള്ള വാഹനങ്ങൾ സമരാനുകൂലികൾ വിവിധ ടൗണുകളിൽ തടയുന്നുണ്ടെന്നും അറിയുന്നു. അതേസമയം വിവിധ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ടൂറിസം മേഖലയായ കുമളി, തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാർ, പീരുമേട് മേഖലകളിലും പൂർണ്ണമാണ്. കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞുകിടക്കുന്നു. സ്വകാര്യ ബസ്സുകളും നിരത്തിലിറങ്ങിയില്ല. അതേസമയം തേക്കടിയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ബോട്ടിംഗ് നടക്കുന്നു എന്നറിയാൻ കഴിയുന്നു. വിവരങ്ങളുമായി ജെറിൻ പടിഞ്ഞാറക്കര ചേരുന്നുണ്ട്. ജെറിൻ, പൊതുപണിമുടക്ക് തോട്ടം മേഖലയെയും ടൂറിസം മേഖലയെയും എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്? തേക്കടിയിൽ ബോട്ടിംഗ് നടക്കുന്നു എന്നറിയുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജെറിൻ. തീർച്ചയായിട്ടും ഷിബിൻ, മറ്റ് സ്ഥലങ്ങളിലെ പോലെ തന്നെ അതായത് കുമളി ഉൾപ്പെടുന്ന തേക്കടി ഉൾപ്പെടുന്ന പ്രദേശങ്ങളും വണ്ടിപ്പെരിയാർ അതോടൊപ്പം തന്നെ പീരുമേട് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലും ഈ പണിമുടക്ക് ഒരു ഹർത്താലിന്റെ സമീപമായിട്ട് മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിരത്തുകളെല്ലാം വളരെ വിജനമായി കിടക്കുന്ന ഒരു കാഴ്ച. അതോടൊപ്പം തന്നെ കടകൾ പൂർണ്ണമായി തന്നെ അടഞ്ഞു കിടക്കുന്നു. ഏതാനും ചില വാഹനങ്ങളില്ലാതെ മറ്റു വാഹനങ്ങളൊന്നും തന്നെ നിരത്തിലിറങ്ങുന്നില്ല. മറ്റ് സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ട് KSRTC ശബരിമല നടന്ന് തുറന്നിരിക്കുന്നതിനാൽ ഇവിടെ പമ്പ സർവീസ് നടത്തുന്നുണ്ട്. ഈ KSRTC വാഹനം സമരാനുകൂലികൾ തടയുന്നില്ല. സമരാനുകൂലികൾ നിരത്തിലുണ്ടെങ്കിൽ പോലും കടന്നു വരുന്ന വാഹനങ്ങൾ തടയുന്ന ഒരു കാഴ്ചകൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങൾ കടന്നു വരുന്നില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇവർ തടയാത്തത്. ഏതായാലും ഈ സമരത്തോട് എല്ലാവരും നല്ല സഹകരണമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. വ്യാപാര മേഖല അതോടൊപ്പം തന്നെ മറ്റു മേഖലകളെല്ലാം തന്നെ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തന്നെ അടച്ച് സമരത്തോട് ഒരു ഐക്യദാർഢ്യം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ KSRTC പമ്പ സർവീസ് മാത്രമാണ് നടക്കുന്നത്. ഈ സർവീസിനെ സമരക്കാർ തടയുന്നില്ല. കാരണം ശബരിമല നട തുറന്നിരിക്കുന്നതുകൊണ്ട് തന്നെ തടയുകയില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. മറ്റ് KSRTC സർവീസുകളെല്ലാം തന്നെ തടഞ്ഞിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകൾ പോലും വാഹനങ്ങൾ നടത്തിയില്ലാത്തൊരു കാഴ്ചയാണ്. അതേസമയം തേക്കടിയിലേക്ക് എത്തിയിരിക്കുന്ന ടൂറിസം വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ബോട്ടിംഗ് നടത്തുന്നുണ്ട്. രാവിലെ 2 ട്രിപ്പ് ബോട്ടിങ്ങുകൾ 7:30 അതോടൊപ്പം 9:30 ബോട്ടിങ്ങുകളൊക്കെ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. വലിയൊരു തിരക്ക് തേക്കടിയിലേക്ക് എത്തുന്നില്ല എങ്കിൽ പോലും ആളുകൾ ആവശ്യപ്പെടുന്ന അനുസരിച്ചുള്ള ബോട്ടിംഗ് ആണ് തേക്കടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തടയുന്നതിനുള്ള ശ്രമമൊന്നും സമരാനുകൂലികൾ നടത്തിയിട്ടുമില്ല. തോട്ടം മേഖല നോക്കുകയാണെങ്കിൽ തന്നെ പൂർണ്ണമായി തോട്ടം മേഖലയിൽ നിന്ന് പണികളില്ലാത്തൊരു സാഹചര്യമാണ്. തേയിലത്തോട്ടമായാലും ഏലത്തോട്ടങ്ങളായാലും പണികളില്ലാതെ തന്നെ ഈ പണിമുടക്കിനോട് അനുകൂലമാക്കുന്ന നിലപാടാണ് ഈ മേഖലയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. നിലവിൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും പൂർണ്ണമായി തന്നെ ജനങ്ങൾ ഈ പണിമുടക്കിനെ അല്ലെങ്കിൽ സ്വീകരിച്ചൊരു കാഴ്ചയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം കാണാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിൽ കോഡുകൾക്കെതിരെ രാജ്യത്തെ 10ഓളം പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് പൂർണ്ണമെന്നാണ് അറിയാൻ കഴിയുന്നത്. പണിമുടക്ക് ഇടുക്കി ജില്ലയിൽ ഹർത്താലിന് സമാനം. ആദ്യ 11 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ പണിമുടക്ക് പൂർണ്ണമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നിരത്തുകളും കടകമ്പോളങ്ങളും വിജനം. വിനോദസഞ്ചാരികളുടേതുൾപ്പെടെയുള്ള വാഹനങ്ങൾ സമരാനുകൂലികൾ വിവിധ ടൗണുകളിൽ തടയുന്നു എന്നറിയുന്നു. ടൂറിസം മേഖലയായ കുമളി, തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാർ, പീരുമേട്, മൂന്നാർ എന്നിവിടങ്ങളിലും പണിമുടക്ക് പൂർണ്ണമെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വകാര്യ ബസ്സുകളും നിരത്തിലിറങ്ങിയിട്ടില്ല. തേക്കടിയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ബോട്ടിംഗ് നടക്കുന്നു എന്നറിയാൻ കഴിയുന്നു.